ടു ജാസ് ഫുഡ് ബുക്ക് നമുക്ക് ഈസി ആയിട്ട് അൽഫാം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടുള്ള മുഴുവനായിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് 1 കിലോ ചിക്കനാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോട് ചിക്കൻ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ തൊലില്ലാത്ത ചിക്കനിലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നാട്ടിലൊക്കെ കൂടുതലായിട്ടും ഇപ്പോൾ തൊലില്ലാത്ത ചിക്കനാണ് കിട്ടുക. അപ്പോൾ തൊലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഴുവനോടുള്ള ചിക്കൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടും ചെയ്യാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ മുഴുവനുള്ള ചിക്കനാണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ല് നുറുങ്ങാത്ത രീതിയിലാണ് കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഈ ചിക്കനിലെ വെള്ളമൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, എന്നാലേ ശരിക്കും മസാല ഇതിലോട്ട് പിടിക്കുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. കുരുവൊന്നും പാടണ്ട കേട്ടോ, കുരുവൊക്കെ എടുത്ത് കളഞ്ഞോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു പകുതി തക്കാളി, പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് മല്ലിയില. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മസാല ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് മസാല ഒക്കെ ചിക്കനിലേക്ക് പറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ തന്നെ ചേർത്താൽ മതി കേട്ടോ. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതൊരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഓവർനൈറ്റിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ ശരിക്കും മസാല ഇതിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. നമുക്കിതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക്
ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ ഉപയോഗിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി നമുക്ക് മസാല വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഞാനൊരു ഏകദേശം ഒരു 6 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ പൊരിക്കാൻ നേരത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ ഇതിന് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനൊന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനോടെ തന്നെ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. 2 കഷ്ണമാക്കിയിട്ട് വെക്കാം കേട്ടോ. ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കനമുള്ളത് ഈ ചിക്കൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. അതേപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉള്ളി, ഇപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കുന്ന അമ്മിക്കല്ലില്ലേ, അതാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ഒരു സാധനം കനമുള്ളത് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കല്ല് വെച്ചിട്ട്. ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കൻ മറിച്ചിടാം. ഇതേപോലെ ഒരു എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ടോ കേട്ടോ. എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റുള്ളൂ. ഇനി ഒന്നും കൂടി തീ കൂട്ടിയിട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചില്ലേ, ഇതേപോലെ തന്നെ ഇതും ഒന്നും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് കൊണ്ട് എടുക്കുക. ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ ഏകദേശം 2 വശം ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ ഓരോ വശം മറിച്ചിടുമ്പോഴും ഈ ഒരു കല്ല് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം ഇങ്ങനെ വെക്കാം കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള അൽഫാം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ പീസാക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാവുന്ന അൽഫാമാണിത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോഴേ നമുക്ക് ഒറിജിനൽ അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതില്ലൊന്നും ഇല്ലാണ്ട് ചെയ്തതല്ലേ. അൽഫാമത്തിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലേ ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുബൂസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഹമൂസ്, അത് നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഡേറ്റ്സ് ചമ്മന്തി, അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ നമ്മുടെ മയോനൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.